നമസ്കാരം. ലോകം ഇനി ഭീതിയോടെ നോക്കുന്നത് ഒരു പ്രദേശത്തെയല്ല, മറിച്ച് പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭീകര യാഥാർത്ഥ്യത്തെയാണ്. ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയ കടുത്ത മുന്നറിയിപ്പ് ഒരു ഇടിമുഴക്കം പോലെ വന്നു പതിക്കുന്നത്. ഒരു സംഘർഷത്തിലേക്ക് നേരിട്ട് കടന്നു കയറരുത് എന്ന ഇറാന്റെ കർശനമായ നിലപാട് വെറും ഒരു നയതന്ത്ര പ്രസ്താവന മാത്രമല്ല, മറിച്ച് നിയന്ത്രണം വിട്ടുപോയാൽ യുദ്ധത്തിന്റെ അതിർവരമ്പുകൾ ഏഷ്യയും കടന്ന് യൂറോപ്പിലേക്ക് വ്യാപിക്കുമെന്ന കൃത്യമായ ഭീഷണിയാണ് അതിൽ നിഴലിക്കുന്നത്. സാധാരണയായി കാണാറുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്നും ഭിന്നമായി വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ പ്രകമ്പനമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു പ്രാദേശിക തർക്കത്തിൽ നിന്നും മാറി വൻ ശക്തികൾ നേർക്കുനേർ വരുന്ന ഒരു ലോകയുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇന്ന് ആഗോള തലത്തിൽ ഉയരുന്നത്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രകടിപ്പിച്ച നിലപാട് വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്ന നിലപാടുകളോട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂല നിലപാട് കൈക്കൊള്ളുന്നതായാണ് ഇറാൻ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ന്യായാധിപത്യവും അന്താരാഷ്ട്ര നിയമങ്ങളും സംരക്ഷിക്കുന്നതെന്നും യൂറോപ്പ് പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്ന ശക്തമായ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമ ലംഘനമാണ് എന്ന ആരോപണവും സംഘർഷത്തെ ന്യായപരവും നൈതികവുമായ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് സൂക്ഷ്മതയോടെയാണ് രൂപപ്പെടുന്നത്. നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കുകയും അതേസമയം ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള സഖ്യരാജ്യങ്ങൾക്ക് പ്രതിരോധ പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു മധ്യസ്ഥ സമീപനമാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്നത്. ഈ നിലപാട് യൂറോപ്പിന് തൽക്ഷണ യുദ്ധഭീഷണി ഒഴിവാക്കി സഹായിക്കുന്നു എങ്കിലും അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് മതിയായ ഒരു പിന്തുണയായി കാണപ്പെടുന്നില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം തുറന്നു പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു വരുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. ഇറാൻ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് നയതന്ത്രത്തിന്റെ വിശ്വാസ്യത. വാഷിംഗ്ടണുമായി നല്ല വിശ്വാസത്തോടെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അതിനിടെ തുടരുന്ന സൈനിക ആക്രമണങ്ങൾ ആ ചർച്ചകളുടെ അർത്ഥം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇറാൻ ഉന്നയിക്കുന്ന ശക്തമായ ആരോപണം. ഇത് വെറും ഒരു സൈനിക സംഘർഷമല്ലെന്നും മറിച്ച് ഒരു നയതന്ത്ര വിശ്വാസത്തിന്റെ തകർച്ച കൂടിയാണ് എന്ന് നമുക്ക് ഊന്നി പറയാം. ആശയവിനിമയം ഇപ്പോൾ ഔദ്യോഗിക ചർച്ചകളായി മാറാതെ സന്ദേശ കൈമാറ്റം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാജിയുടെ പരാമർശം ഈ പ്രതിസന്ധിയുടെ ഗൗരവം കൂടുതൽ വെളിച്ചമാക്കുന്നു. അതായത് വെടിനിർത്തൽ പോലുള്ള താൽക്കാലിക പരിഹാരങ്ങൾ ഇറാൻ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് കൂടിയ സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണപരമാവുന്നു കാര്യങ്ങൾ. അതായത് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഭാവിയിൽ ആക്രമണങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് നൽകണമെന്നും ഇതിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ, അതായത് യുദ്ധം കാരണം സംഭവിച്ച നാശനഷ്ടങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നടപ്പാക്കാൻ വളരെ പ്രയാസമുള്ളതാണ് എന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെയാണ് സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്കുള്ള വഴികൾ കൂടുതൽ ചുരുങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാർ ആവശ്യമില്ല എന്നും ആണവായുധ ശേഷി നിയന്ത്രിക്കപ്പെടുന്നു എന്ന് ഉറപ്പായാൽ US തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയതായി കാണുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ആശങ്കയാണ് പ്രാദേശിക യുദ്ധത്തിൽ നിന്നും ആഗോള സംഘർഷമായി മാറാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ നേരിട്ട് ഇടപെട്ടാൽ അത് നാറ്റോ സഖ്യത്തെ ഉൾപ്പെടെ വലിയൊരു സൈനിക ബ്ലോക്കാക്കി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ഇടയാക്കുമെന്നതും ഒരു പ്രധാന ആശങ്കയാണ്. അതോടെ മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധം ആഗോള സാമ്പത്തികവും ഊർജ്ജ വിതരണവും രാഷ്ട്രീയ സ്ഥിരതയും തകർക്കുന്ന വലിയ പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയും മുന്നിൽ നിലനിൽക്കുന്നുണ്ട്.